സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ഈ കാറ്റഗറിയിൽ അൺബീറ്റൺ ആയിട്ടുള്ള ഒരു പേരാണ് ടൊയോട്ട ഫോർച്യൂണർ. 2009 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഇതുവരേക്കും ആ വാഹനത്തിൻ്റെ ഒരു സക്സസ് റേറ്റിന് ഒരിക്കലും ഒരു കുറവ് വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഫേസ് ലിഫ്റ്റ് വേർഷനും അതുകൂടാണ്ട് തന്നെ അതിനോടൊപ്പം ഇറങ്ങിയ ലെജൻഡർ എന്ന് പറയുന്നൊരു വേർഷനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും കോണ്ടൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2009 മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഈ വാഹനത്തിന് ഒരുപാട് അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എൻജിൻ വൈസിലാണെന്നുണ്ടെങ്കിലും ഡിസൈൻ വൈസിലാണെങ്കിലും. എന്നിരുന്നാൽ പോലും ഈ വാഹനം ഇപ്പോഴും അൺബീറ്റൺ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിലകൊള്ളുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു വാഹനം ഒരു 45 ലാക്സിനോട് അടുത്ത് വില വരുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വാഹനം ഒരു ഹോട്ട് സെല്ലിംഗ് കേക്ക് ആയിട്ട് ഇന്ത്യൻ വാഹന വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. ടൊയോട്ടയുടെ ടാഗ് ലൈൻ പറയുന്നത് പോലെ തന്നെ ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി, ഈ 3 സംഭവങ്ങളും ഫോർച്യൂണർ 100% ശരിവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ ലോ കോസ്റ്റ് മെയിൻ്റനൻസും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ 2021 പുറത്തിറങ്ങിയ ഈ ഫേസ് ലിഫ്റ്റ് മോഡലിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, പഴയ മോഡലിൽ നിന്നും എന്തൊക്കെ വ്യത്യാസമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, വില പഴയ മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 ലക്ഷം രൂപ വരെ കൂടിയിട്ടുണ്ട്. ആ 3 ലക്ഷം രൂപയ്ക്ക് വർത്ത് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ടൊയോട്ട ഫോർച്യൂണറിൽ ഉള്ളത്. ടൊയോട്ട ഫോർച്യൂണർ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ ഒരു എക്സ്റ്റീരിയർ അപ്പിയറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രില്ലിൽ തന്നെ നമുക്ക് ആ ചേഞ്ച് തിരിച്ചറിയാൻ കഴിയും. മുൻപുണ്ടായിരുന്ന മോഡലിനേക്കാൾ അതിൽ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ഓഫ് വൈഡ് മെഷ് ഗ്രിൽ ടൈപ്പ് ഒരു ഫ്രണ്ട് പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡിസൈനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ടേൺ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സാധാരണ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലാണ് കൊടുത്തിരുന്നത്, അത് ഇപ്രാവശ്യം താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേണും ചേഞ്ച് ആയിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാറ്റേൺ ചേഞ്ചും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത മറ്റൊരു കാര്യം തന്നെ ഫ്രണ്ട് ബമ്പറിൻ്റെ കോർണറിൽ സൈഡിലെല്ലാം ഇതുപോലെ തന്നെ സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ വണ്ടി തിരിക്കുന്ന സമയത്തെല്ലാം നമുക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ SUV ആണല്ലോ, അപ്പോൾ ഈ വാഹനം നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോർണർ സെൻസർ ഉള്ളത് വളരെയധികം സഹായകരമാണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരൊറ്റ ചേഞ്ച് മാത്രമേ കാണാനുള്ളൂ. കാരണം സൈഡിലെ അലോയ് വീലിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അലോയ് വീല് ഒരു ഗൺ മെറ്റൽ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഷെയ്ഡ് ആണ് ഈ അലോയ് വീലിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ലെജൻഡറിലേക്ക് വരുമ്പോൾ അതിൻ്റെ അലോയ് വീൽ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നത്, നമ്മൾ ഈ വാഹനത്തിൻ്റെ ടയറിലും സസ്പെൻഷൻ തമ്മിലുള്ള ട്രാവൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സസ്പെൻഷൻ ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം ഓഫ് റോഡിന് പോകുമ്പോഴത്തേക്കും അതിന് ഈ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പുറകുവശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറകുവശത്തെ ബ്രേക്ക് ലൈറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മോഡലിൽ ഹാൻഡ് ഫ്രീ ടെയിൽ ഗേറ്റ് ഓപ്പണിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടുള്ളത് ലെജൻഡർ മോഡലിൽ മാത്രമാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഓൾ ബ്ലാക്ക് കളർ ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ്, വെൻറ്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മോഡലിൽ വയർലെസ് ചാർജിങ് ഫെസിലിറ്റി കൊടുത്തിട്ടില്ല. അത് ലെജൻഡർ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെൻറ്റിലേറ്റഡ് സീറ്റ് കൂടാണ്ട് തന്നെ പ്രധാനമായിട്ടും മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ്, ഈ കൺട്രോൾസ് എല്ലാം സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ ഡിഫറൻഷ്യൽ ലോക്ക്, അതുപോലെ തന്നെ വിവിധ മോഡുകൾ, ഇതെല്ലാം സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മറ്റൊരു പോയിന്റ് എടുത്തു പറയേണ്ടതാണ്, മുമ്പുണ്ടായിരുന്ന ഫോർച്യൂണറിൽ 2 മോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇക്കോയും അതുപോലെ തന്നെ സ്പോർട്സ് മോഡും. ഇപ്രാവശ്യം ഒരു നോർമൽ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ മോഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 7 ഇഞ്ചിൽ നിന്നും 8 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആപ്പിൾ കാർ പ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് മാത്രമല്ല കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനം ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇനി വാഹനത്തിന് അകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അലാറം സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി ഈ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്പീഡോമീറ്ററിൻ്റെ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അനലോഗ് പാർട്ടെല്ലാം ഒരു ബ്ലൂയിഷ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. 11ഓളം സ്പീക്കർ ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ വിസിബിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻഭാഗത്ത് 2 സ്പീക്കർ, അതുപോലെ തന്നെ 2 ട്വീറ്റർ, സൈഡ് ഡോറിൽ 2 സ്പീക്കർ, പുറകുവശത്ത് 2 സ്പീക്കർ, ബാക്ക് ഡോറിൽ 1 സ്പീക്കർ. അപ്പോൾ അങ്ങനെ 9 സ്പീക്കർ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്.
ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്രാവശ്യവും സൺറൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തെല്ലാം AC വെൻറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സൺറൂഫ് പ്രാക്ടിക്കലായിട്ട് ഇത്തരത്തിലൊരു വാഹനത്തിന് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല ഇതൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു ഓഫ് റോഡ് ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സൺറൂഫ് ഈ വാഹനത്തിന് കൊടുക്കേണ്ടത് ഒരു അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നില്ല. ഈ സൺറൂഫ് ലെജൻഡർ വേർഷനിലും ഇല്ല. പക്ഷേ ലെജൻഡർ വേർഷനിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മുകൾ ഭാഗത്തുള്ള ഒരു ഡ്യുവൽ ടോൺ കളർ ഷെയ്ഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കളർ പാറ്റേണും ഡിഫറൻ്റ് ആണ്. എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം നമ്മൾ ഓൾറെഡി പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്, അലോയ് വീലിൻ്റെ ഡിസൈനും ഈ ലെജൻഡർ വേർഷനിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഹാൻഡ്സ് ഫ്രീ ടെയിൽ ഗേറ്റ് ഓപ്പണിങ്ങും വയർലെസ് ചാർജറും എല്ലാം ലെജൻഡർ വേർഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു പോരായ്മ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഈ ഓട്ടോ പാർക്ക് അസിസ്റ്റൻറ്റ് ഈ വാഹനത്തിനില്ല. ഇപ്പോൾ നമുക്കറിയാം ഫോർഡ് എൻഡവറിലെല്ലാം ഈ ഓട്ടോ പാർക്ക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഫീച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് റോ കുറച്ച് കോമ്പാക്റ്റ് ആണ്. മറ്റുള്ള ഗ്ലോസ്റ്ററോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് റോ കുറച്ച് കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ എൻജിൻ നോയ്സ് NVH ലെവൽ കുറച്ച് കൂടുതലാണ് ഈ വാഹനത്തിന്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി റോള് കമ്പാരിറ്റീവ്ലി കുറവാണോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എഞ്ചിൻ്റെ പവർ അല്ലെങ്കിൽ BHP കൂടിയിട്ടുണ്ട്. 204 BHP ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് 420 ന്യൂട്ടൺ മീറ്റർ ആയിട്ടുണ്ട്. ഇത് മാനുവലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ടോർക്ക് കൺവേർട്ടഡ് 6 സ്പീഡ് ഗിയർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഗിയറിലേക്ക് വരുമ്പോഴത്തേക്കും ടോർക്ക് 500 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 2.8 cc ഡീസൽ എഞ്ചിനെ കുറിച്ചാണ്. അത് കൂടാണ്ട് തന്നെ ഒരു 2.7 cc പെട്രോൾ എഞ്ചിനും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് 4x2 അതുപോലെ തന്നെ 4x4 വേർഷനും അവൈലബിൾ ആണ്. എന്നാൽ ലെജൻഡർ മോഡലിൽ 4x2 വേർഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ മോഡലും ഓരോ വേർഷൻ്റെയും സ്പെസിഫിക്കേഷനും എക്സ്-ഷോറൂം പ്രൈസും നമ്മളെന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഈ ലെജൻഡർ വേർഷൻ 4x2 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നതും വളരെ ലിമിറ്റഡ് ആണ്. ഡ്യുവൽ ടോൺ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും വെറും 2 കളർ ടോണിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, പഴയ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 21 പുതിയ ഫീച്ചറുകൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് കണക്റ്റഡ് കാർ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നമ്മൾ എൻജിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ്റെ BHP കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് ഓട്ടോമാറ്റിക് വേർഷനിൽ ഡീസൽ വേർഷനിൽ ടോർക്കിൻ്റെ ഒരു വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഓൾറെഡി വളരെ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണിത്. ഒരു കംപ്ലീറ്റ് SUV എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ഉള്ള ഒരു വാഹനത്തിന് ഇത്രയും നല്ലൊരു ടോർക്കും കൂടെ വരുമ്പോൾ അതെന്തായാലും അതിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ കോമ്പറ്റേറ്ററായിട്ട് വരുന്ന ഫോർഡ് എൻഡവറിൽ പാർക്ക് അസിസ്റ്റൻറ്റ് പോലെയുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീച്ചറും കൂടി ഈ വാഹനത്തിൽ ആഡ് ചെയ്യാമായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ഇതിന് രണ്ടിൻ്റെയും പ്രൈസ് ഫോർഡ് എൻഡവറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും പ്രൈസ് ഏകദേശം ഒരു സെയിം പ്രൈസ് സ്ലാബിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചറും കൂടി ഈ വാഹനത്തിൽ ആഡ് ചെയ്യാറുണ്ടെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഫോർഡ് എൻഡവറിന് കൊടുക്കാമായിരുന്നു. ലെജൻഡർ വേർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഒരു കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 4x4 ഇല്ല എന്നുള്ളൊരു അഭാവമായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ വയർലെസ് ചാർജിങ് അതുപോലെ തന്നെ ഈ ഹാൻഡ് ഫ്രീ ടെയിൽ ഗേറ്റ് ഓപ്പണിംഗ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് SUVക്ക് വേണ്ട എല്ലാ ഗുണങ്ങളോടും കൂടി ഈ വാഹനം പുറത്തിറങ്ങുമ്പോൾ ഈ മാർക്കറ്റിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് ഇനി ഉടനെ തന്നെ കാണാൻ കഴിയും. കാരണം ഇനി ഫോർഡ് എൻഡവറിൻ്റെ ന്യൂ വേർഷനും ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.